മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ്. ഇന്ന് ഈ ഉച്ചസമയമായിട്ടും 18% എത്തി നിൽക്കുകയാണ് പോളിംഗ്. അത് ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരുപോലെ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കണക്ക് തന്നെയാണ്. എന്നാൽ ഒരുപക്ഷെ ഈ ചൂടൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾ പോളിംഗ് ബൂത്തിലെത്തും എന്ന പ്രതീക്ഷയിലാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളുമൊക്കെ. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇത്തവണ രാജ്യത്തെ മറ്റേത് സംസ്ഥാനത്തെ അപേക്ഷിച്ച് നോക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്ത് ഒരിക്കലും കാണാത്ത തരം പോരാട്ടം നടക്കുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. കാരണം ഈ സംസ്ഥാനത്തെ പ്രധാന രണ്ട് പാർട്ടികൾ പിളർന്നതിന് ശേഷമുള്ള ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ശിവസേനയെ സംബന്ധിച്ച് ഈ ഉദ്ധവ് താക്കറെ പോലുള്ള തലപ്പൊക്കമുള്ള ഒരു നേതാവിന് ആ പാർട്ടിയുടെ പാരമ്പര്യം, ആ പാർട്ടിയുടെ അഭിമാനമൊക്കെ സംരക്ഷിക്കാനുള്ള ഒരവസരം, തിരിച്ച് ആ പാരമ്പര്യം നേടാനുള്ള ഒരു അവസരം ആണ് ഈ പാർട്ടി പിളരുക എന്നത്. ഈ സംസ്ഥാനത്തെ തന്നെ അസ്ഥിരമായ, നിയമസഭയെ തന്നെ അസ്ഥിരമാക്കിക്കൊണ്ടുണ്ടായ ഒരു നടപടിയാണ് കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ നാടകീയ രംഗങ്ങൾ, തുടർന്നുണ്ടായ സംഭവങ്ങളെല്ലാം എത്തിച്ചത്. ആ സ്ഥിതിയിൽ നിന്നും ഇപ്പോൾ വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് പോളിംഗ് ബൂത്തിലെത്തുകയാണ് മഹാരാഷ്ട്ര. ഏറ്റവും ഒടുവിലത്തെ മണിക്കൂറിൽ വരെ, ഇന്നലെ രാത്രിയിൽ വരെ, ഇന്ന് പോളിംഗ് നടക്കുമ്പോൾ ഇന്നലെ രാത്രിയിൽ വരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും, ഇന്നീ നിമിഷം പോളിംഗ് തുടരുമ്പോഴും ആ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും അതിനെ തുടർന്നുള്ള ചർച്ചകളും ഒക്കെ തുടരുകയാണ്. ഒരു BJP ദേശീയ ജനറൽ സെക്രട്ടറിയുടെ കയ്യിൽ നിന്നും വോട്ടർമാർക്ക് നൽകാനുള്ള പണം കണ്ടെത്തി ഒരു BVA രംഗത്ത് വരുന്നു. ബഹുജൻ വികാസ് അഘാടി പോലുള്ള പാർട്ടികൾ രംഗത്ത് വരുന്നു. സുപ്രിയ സുലെ ബിറ്റ്കോയിനിൽ തിരിമറി നടത്തി പണം സമാഹരിച്ചു എന്ന ആരോപണവുമായി BJP രംഗത്ത് വരുന്നു. ഈ തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിക്കുന്നു, അത് നിഷേധിക്കുന്നു, അത് പരസ്പരം വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് എന്ന ആരോപണങ്ങൾ വരുന്നു. ഈ തരത്തിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ പോളിംഗും പുരോഗമിക്കുകയാണ്. അത്രയും ആവേശകരമായ, അല്ലെങ്കിൽ അത്രയും തന്നെ വീറുള്ള, വാശിയുള്ള ഒരു പോരാട്ടമാണ് നടക്കുന്നത്. ഈ വീറും വാശിയും ജനങ്ങൾ എങ്ങനെ സ്വീകരിച്ചു, ജനങ്ങളെ അതെങ്ങനെ ബാധിച്ചു എന്നുള്ളതെല്ലാം 23-ാം തീയതി മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ. എന്തായാലും ഞാനിപ്പോൾ ഉള്ള മണ്ഡലം അന്തേരി ഈസ്റ്റ് മണ്ഡലമാണ്. ഇവിടെ സെലിബ്രിറ്റികളടക്കം വോട്ട് ചെയ്യാൻ എത്തുന്ന ഒരു മണ്ഡലമാണ്. ഈ മണ്ഡലത്തിൽ കൂടുതൽ പേർ ഇപ്പോൾ വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നില്ല. എന്നാൽ കൂടുതൽ പേർ ഉച്ചയ്ക്ക് ശേഷം ഇവിടേക്ക് എത്തും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം.